NCPയിൽ വലിയ ആഭ്യന്തര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇടതുപക്ഷത്തോടൊപ്പം കേരളത്തിൽ നിൽക്കുന്ന NCP ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. ഇവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ CPM-മായി ബന്ധപ്പെട്ടുള്ള പല അഴിമതി ആരോപണങ്ങൾക്കിടയിൽ ശ്രദ്ധ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു NCPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ AK ശശീന്ദ്രൻ തൻ്റെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അവിടേക്ക് തോമസ് കെ തോമസ് എന്ന NCPയിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിന് സ്ഥാനമൊഴിഞ്ഞു കൊടുക്കണമെന്നുള്ള വാർത്ത. എന്നാൽ AK ശശീന്ദ്രൻ അതിന് ആദ്യഘട്ടം മുതൽ വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ താൻ MLA സ്ഥാനം കൂടി രാജിവെക്കുമെന്നുള്ള ഭീഷണി ഉയർത്തിയിരുന്നു. ആ സമയങ്ങളിലെല്ലാം AK ശശീന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം, ഏറ്റവും വലിയ കരുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി NCPയുടെ ആഭ്യന്തര വിഷയത്തിൽ താൻ ഇടപെടില്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ആ ആത്മവിശ്വാസം കൂടി തകരുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ PC ചാക്കോ എന്ന NCPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മന്ത്രിസ്ഥാന മാറ്റമുണ്ടാകും, AK ശശീന്ദ്രൻ മാറും, അവിടേക്ക് തോമസ് കെ തോമസ് വരുമെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ NCPയിൽ വലിയ ഭിന്നത ഉണ്ടായിട്ടുള്ളത്. NCPയിൽ ഇപ്പോൾ AK ശശീന്ദ്രൻ പക്ഷവും തോമസ് കെ തോമസ് പക്ഷവും ഒക്കെയായി ഭിന്നിച്ച് മാറി നിൽക്കുകയാണ്. NCPയിലെ ഒരു വിഭാഗത്തിന് കാലയളവ് കഴിഞ്ഞ് AK ശശീന്ദ്രൻ മാറി അവിടേക്ക് തോമസ് കെ തോമസ് വരണമെന്ന ആവശ്യമുണ്ട്. എന്നാൽ AK ശശീന്ദ്രൻ വിഭാഗം ഇന്നലെ വൈകിട്ട് തൃശ്ശൂരിൽ വെച്ച് ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ ശരത് പവാർ, അതായത് NCPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശരത് പവാറിനെ, NCPയുടെ അധ്യക്ഷനെ NCP കേരള ഘടകത്തിൽ നടക്കുന്ന ഈ പ്രശ്നത്തെപ്പറ്റി ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് എന്ന ഒരു കത്ത് നൽകുകയുണ്ടായി. ആ കത്തിൽ അവർ പറയുന്നത് PC ചാക്കോയ്ക്കെതിരെയാണ്. PC ചാക്കോ എന്ന NCPയുടെ നേതാവ് നിലവിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന NCP ശരത് പവാർ പക്ഷത്തെ UDFിലേക്ക് മാറ്റുവാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് PC ചാക്കോ എന്ന നേതാവിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. അദ്ദേഹം പാർട്ടിയിലെ നേതാക്കന്മാരുമായി ആരുമായി ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹം ശരത് പവാറിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളും ഇവിടെ ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകൾ പരത്തുകയാണ്. നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടില്ല. NCPയുടെ തീരുമാനം എന്ന പോലെ അദ്ദേഹം അറിയിക്കുന്നത് ഏകപക്ഷീയമായ തീരുമാനമാണ്. ആ ഏകപക്ഷീയമായ തീരുമാനം കഴിഞ്ഞ കുറെ കാലങ്ങളായി PC ചാക്കോ NCPയിൽ എടുക്കുന്നുണ്ട്. അതിനെതിരെ എല്ലാം ശക്തമായ രീതിയിലുള്ള ഒരു തുറന്ന കത്താണ് AK ശശീന്ദ്രൻ വിഭാഗം ഇപ്പോൾ NCPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശരത് പവാറിനെ അറിയിച്ചിട്ടുള്ളത്. ശരത് പവാർ കേരളത്തിലെ NCP നേതാക്കന്മാരുമായി ചർച്ച നടത്തണമെന്ന ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴുള്ള PC ചാക്കോയുടെ ഈ നീക്കത്തിനെതിരെ 90% പ്രവർത്തകരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും ആ കത്തിൽ പറയുന്നു. എന്തായാലും AK ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാന മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ NCPയിൽ വലിയ രൂക്ഷമായ എതിർപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ തമ്മിൽ വലിയ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ PC ചാക്കോയ്ക്കെതിരായ ശക്തമായ പടപ്പുറപ്പാട് AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം നടത്തുന്നുണ്ട്. മന്ത്രിസ്ഥാന മാറ്റത്തിൽ തോമസ് കെ തോമസ് മന്ത്രിയായി വരികയും AK ശശീന്ദ്രൻ മാറുകയും ചെയ്യുകയാണ് എങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ NCPയുടെ അല്ലെങ്കിൽ AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു പാർട്ടി ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. കൂടാതെ തോമസ് കെ തോമസ് മന്ത്രിയായി നിലകൊള്ളുന്ന സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിലവിൽ AK ശശീന്ദ്രനുമായുള്ള ഭിന്നാഭിപ്രായത്തിന്റെ പുറത്തും NCPയിലെ തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന വിഭാഗം UDFിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. PC ചാക്കോ ആ പഴയ പാളയത്തിലേക്ക് ചുവടുമാറ്റുവാനുള്ള സാധ്യതയും ചെറുതായി കാണുവാൻ സാധിക്കുന്നതല്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ NCPയിലുണ്ടായ ഭിന്നതയിൽ AK ശശീന്ദ്രൻ വിഭാഗവും PC ചാക്കോ വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആര് പരാജയപ്പെടും, ആരെ NCPയിൽ നിന്ന് വിട്ടുനിൽക്കും, ആരെങ്കിലും ഇനി UDFിലേക്ക് പോകുമോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട സംഭവബഹുലമായ രാഷ്ട്രീയ വാർത്തകളാണ്.